വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമ എന്ന ഖ്യാതിയോടെ അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഒടിയൻ. പ്രേക്ഷകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രം കൂടെയാണ് ഒടിയൻ. മലയാളത്തിൽ ഇന്നേ വരെ പരീക്ഷിക്കാത്ത ഒരു പ്രമേയമാണ് ചിത്രത്തിൻ്റേത്. MTയുടെ രണ്ടാമൂഴത്തിന് ചലച്ചിത്ര ഭാഷ്യം ഒരുക്കുന്ന ശ്രീകുമാർ മേനോൻ തന്നെയാണ് ഒടിയനും സംവിധാനം ചെയ്യുന്നത്. സിനിമ ഈ വർഷം അവസാനത്തോടെ തിയേറ്ററിലെത്തുമെന്ന് സംവിധായകൻ നേരത്തെ അറിയിച്ചിരുന്നു. ആ വാക്കുകൾ ശരിവെക്കുന്നതാണ് സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ. മലയാളത്തിലെ മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ M. ജയചന്ദ്രനാണ് ഒടിയനിലെ ഗാനങ്ങൾ ഒരുക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കുന്നത് റഫീഖ് അഹമ്മദാണ്. റഫീഖിനൊപ്പം വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജയചന്ദ്രൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഒടിയൻ ഈ വർഷം അവസാനം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ VA ശ്രീകുമാർ മേനോൻ അറിയിച്ചത്. 1.5 മാസത്തിനുള്ളിൽ സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷം രണ്ടാമൂഴത്തിൻ്റെ ജോലികളിലേക്ക് മോഹൻലാൽ പ്രവേശിക്കും. ആഭിചാരക്രിയകളിലൂടെ ശത്രു സംഹാരത്തിന് പൈശാചിക ശക്തികളെ വരുതിയിലാക്കാനുള്ള മാർഗം എന്നാണ് ഒടിവിദ്യയെ വിശേഷിപ്പിക്കുന്നത്. ഒടിവിദ്യ പ്രയോഗിക്കുന്നവരെയും വശമുള്ളവരെയും ഒടിയന്മാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഇക്കൂട്ടർ ഇപ്പോഴുമുണ്ട്. ഒടിയനിൽ മോഹൻലാലിൻ്റെ നായികയായി എത്തുന്നത് മഞ്ജു വാര്യരാണ്. ചിത്രത്തിലെ ശക്തമായ വില്ലൻ കഥാപാത്രമായി എത്തുന്നത് തമിഴ് നടൻ പ്രകാശ് രാജാണ്. ഇരുവരിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണ് ഒടിയൻ. വിഷ്വൽ എഫക്ട്സിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഒടിയൻ. ചിത്രത്തിന്റെ പ്രമേയം അത് ആവശ്യപ്പെടുന്നുമുണ്ട്. VFXന് വേണ്ടി ഏറ്റവും അധികം തുക ചെലവഴിക്കുന്ന ചിത്രമായിരിക്കും ഒടിയൻ. പാലക്കാട്, തസറാക്ക്, ദുമൽപേട്ട്, പൊള്ളാച്ചി, ബനാറസ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഒടിയൻ നിർമ്മിക്കുന്നത്. പുലിമുരുകനിലൂടെ മലയാളികൾക്ക് പരിചിതനായ പീറ്റർ ഹെയ്നാണ് ചിത്രത്തിനായി ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യൂ.